ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നാടകീയമായ വിധിയെഴുത്തിൽ വിറച്ച് നരേന്ദ്രമോദി സർക്കാർ 400 പിടിക്കുമെന്ന് ആണയിട്ട ബിജെപിക്ക് കേവല ഭൂരിപക്ഷം പോലും ഉറപ്പായില്ല. ഹിന്ദി ഹൃദയഭൂമി നെഞ്ചേറ്റിയ ഇന്ത്യ മുന്നണി 235 സീറ്റിന്റെ കുതിപ്പിലാണ്. എക്സിറ്റ് പോളുകളെയും അഭിപ്രായ സർവേകളെയും അപ്രസക്തമാക്കി ഇത്തവണത്തെ വിധിയെഴുത്ത്. ഉത്തർപ്രദേശിലും ഹരിയാനയിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലുമെല്ലാം സമ്പൂർണ്ണ വിജയമെന്ന ബിജെപി മോഹമാണ് തകർന്നടിഞ്ഞത്. ഇപ്പോൾ വെന്നിക്കൊടി പാറിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഹൃദയഭൂമി നെഞ്ചേറ്റിയത് ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷത്തെയാണ്. കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയില്ലെങ്കിലും ഇനി പ്രതിപക്ഷമില്ലാത്ത ഇന്ത്യ ഇല്ല. രാജ്യം എന്ന നിലയിൽ അഭിമാനിക്കാം. ഇപ്പോൾ വെള്ളിത്തേരിൽ എഴുന്നള്ളുന്നത് നമ്മുടെ ജനാധിപത്യമാണ്. ഒറ്റക്കക്ഷിക്കും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത പാർലമെന്റ്. ഏതാനും മണിക്കൂർ മുമ്പ് വരെ അങ്ങനെയൊരു ചിന്ത പൊതുമണ്ഡലത്തിൽ തെളിഞ്ഞതേയില്ല. രാഹുൽ ഗാന്ധിയുടെ പ്രായം 54 അത്ര പോലും സീറ്റ് കോൺഗ്രസിന് കിട്ടില്ല എന്ന് പരിഹസിച്ചതാണ് പ്രധാനമന്ത്രി. അതെല്ലാം പഴങ്കഥ. ഇരട്ടി സീറ്റുകളിലാണ് ഈ വിധിയെഴുത്തിൽ കോൺഗ്രസ് മുന്നേറിയത്. ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഗോശാലകൾക്ക് മുന്നിൽ സമാജ്വാദി പാർട്ടിയുടെ രഥോത്സവമാണ്. എസ്-പിയും കോൺഗ്രസും കൂടി മുന്നേറുന്നത് 45 സീറ്റുകളിൽ. കഴിഞ്ഞ തവണ 62 പിടിച്ച ബിജെപി ഇത്തവണ അവകാശപ്പെട്ടത് 80-ൽ 80 അവിടെ തന്നെ ഹിന്ദി രാഷ്ട്രീയത്തിന് കാലിടറി. മഹാരാഷ്ട്രയിൽ ബിജെപി പിളർത്തിയെടുത്ത 2 പാർട്ടികളുണ്ട്, എൻസിപിയും ശിവസേനയും. പിളർന്നുപോയ 2 പാർട്ടിക്കും അടിതെറ്റി. ഇന്ത്യ മുന്നണിയിൽ തുടർന്ന ഉദ്ധവ് താക്കറെയുടെ ശിവസേന 11 സീറ്റിൽ ജയിച്ചു. മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന 5-ൽ ഒതുങ്ങി. ശരത് പവാറിന്റെ എൻസിപി 8 സീറ്റ് നേടിയപ്പോൾ ബിജെപി അടർത്തിയെടുത്തുകൊണ്ടുപോയ അജിത് പവാറിന്റെ എൻസിപി മുന്നേറ്റം ഒറ്റ സീറ്റിൽ ഒതുങ്ങി. പശ്ചിമബംഗാളിൽ ബിജെപിയുടെ തേരോട്ടമായിരുന്നു പ്രവചനങ്ങളിൽ. എന്നാൽ 30-ലേറെ സീറ്റുകളിലും തൃണമൂൽ മുന്നിൽ. ബിജെപിയുടെ സീറ്റ് എണ്ണം കഴിഞ്ഞ തവണത്തേതിന്റെ നേർപകുതി. ഇടത് കോൺഗ്രസ് മുന്നേറ്റം 1 സീറ്റിൽ ഒതുങ്ങി. ബീഹാറിൽ ബിജെപിയേക്കാൾ കൂടുതൽ സീറ്റിൽ JDU ലീഡ്. RJDക്ക് 5 സീറ്റിലും CPI-MLന് 2 സീറ്റിലും CPIക്ക് 1 സീറ്റിലും മുന്നേറ്റം. ബിജെപി കുതിപ്പ് 11 സീറ്റിൽ ഒതുങ്ങി. കഴിഞ്ഞ തവണ ബിജെപി ഏകപക്ഷീയ വിജയം നേടിയ കർണാടകയിൽ 10 സീറ്റുകൾ തിരിച്ചുപിടിക്കുകയാണ് കോൺഗ്രസ്. ദേവഗൌഡയുടെ സ്വന്തം തട്ടകമായ ഹാസനിൽ കൊച്ചുമകൻ പ്രജ്വൽ രേവണ്ണയ്ക്കും അടിതെറ്റി. തമിഴ്നാട്ടിൽ DMK തേരോട്ടം. ആ ഒപ്പം നിന്ന കോൺഗ്രസും CPI-എമ്മും CPIയും മുസ്ലിം ലീഗും ഉണ്ടാക്കിയ നേട്ടമുണ്ട്. അതാണ് ഇനി പശ്ചിമബംഗാളിനും കേരളത്തിനുമുള്ള പാഠം. 4100 പോയിന്റ് വരെ ഇടിഞ്ഞ സെൻസെക്സാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ സൂചിക. കർഷകരും നിക്ഷേപകരും സാധാരണക്കാരും നരേന്ദ്രമോദി സർക്കാരിന് നൽകിയ താക്കീത്. അതിലപ്പുറം ഒരു വിശേഷണമില്ല ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് മലയാളം.